ഹായ് ഫ്രണ്ട്സ്, എന്താണ് വിശേഷങ്ങൾ? ഇത് എൻ്റെ എന്താ പറയുക, എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. നമ്മളുടെ ഒരുപാട് ബിസിനസ്സുകൾ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സംരംഭകയാണിത്. അപ്പോൾ താത്ത ഫാഹിദ എന്നാണ് പേര്. കുറേ പേരൊക്കെ യൂട്യൂബിൽ കണ്ടു കാണും താത്താൻ്റെ ക്ലാസ്സുകൾ. മീസാഫിൻ്റെ അല്ലേ മീസാഫിൻ്റെയൊക്കെ കേക്കിൻ്റെ ബേക്കിംഗ് ക്ലാസ്സിലൊക്കെ കണ്ടു കാണും. അപ്പോൾ താത്താനെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ഇവിടെ വനിതകൾക്കായിട്ട് കുറേ ബിസിനസ് തുടങ്ങാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ താത്ത ഒരു ഹായ് പറയും. കിച്ചൺ എന്നാണ് താത്താൻ്റെ പാലക്കാട് 18 വർഷമായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മളെ കുറേ 14,000 കുറച്ചും കൂടെ വളരെ പഠിച്ച് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ജോലികളും ചെറിയ സംരംഭങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 1500 പേര് സംരംഭകരായിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു ചെറിയ ഒരു സംരംഭകയാണ് ഇപ്പോൾ ഇരുന്ന് എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എന്താ പറയുക, ഇതുപോലെ ഒരാളെ നമുക്കൊരു ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് ക്ലാസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ക്ലാസ് ചെയ്യുമ്പോഴും ഓരോ സംരംഭകരാവാന്നുള്ളതാണ് എൻ്റെയും ലക്ഷ്യം. അതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷമീറ പറയും. വീഡിയോ കാര്യങ്ങളൊക്കെ എന്താണ് താത്താനെ കാണുമ്പോൾ തന്നെ മനസ്സും നിറയും കൽബും നിറയും. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടെയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് താത്താൻ്റെ അടുത്ത് പോയി ഞാൻ കേക്കും ഫുഡും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാണ് പരിപാടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാഹിദ താത്താൻ്റെ പുതിയൊരു സംരംഭമാണ് ഫാഹിദാസ് പിക്കിൾസ്. ഒരുപാട് എത്ര സൈസ് അച്ചാറുണ്ട് താത്ത? 35 തരം അച്ചാറുണ്ട്. 35 വെറൈറ്റി അച്ചാറുകളാണല്ലേ? ഫിഷ്, നോൺ വെജ്, വെജിറ്റബിളിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ. ഇതൊക്കെ അത് നമ്മുടെ സ്നാക്സ് ആണ്. സ്പെഷ്യൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി സ്നാക്സ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്നാക്സുകളാണ്, നോൺ വെജും വെജും. ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ ചിക്കൻ സ്റ്റുഡിലും പഫും വെജിൻ്റെ ബാക്കി കുറേ ഐറ്റംസ് കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പുതിയത് കൊണ്ടുവരും. അപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ബേക്ക് ഹൗസ് അല്ലേ? ശരി. ടാവിയാനോ ബേക്ക് ഹൗസ്, കാർത്തിക. അപ്പോൾ ചേച്ചിൻ്റെ ഒരു ചെറിയൊരു സംരംഭമാണ് കേട്ടോ, ബേക്കിങ്ങിൻ്റെ. എക്സിബിഷൻ ഹാളിൽ ഫസ്റ്റ് ടൈമാണ്. ശരി. പിന്നെ എക്സിബിഷൻ ഹാളിൽ ചെയ്യണത് ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ചേച്ചി ചെയ്യുന്നുണ്ടോ? ഹോം ബേക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കുക്കീസ്, ബ്രൗണി, ഗീ കേക്ക്, പ്ലം. അമ്മൻ്റെ പേരെന്താ? അംബിക. എവിടെയാണ് സ്ഥലം? പുതുശ്ശേരി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എക്സിബിഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? പനിയാരം കൊണ്ടുവന്നിട്ടുണ്ട്, തൈരസാദമുണ്ട്, ഇലയുടെയുണ്ട്, കുഴക്കട്ടയുണ്ട്, കപ്പ കട്ട്ലറ്റുണ്ട്. ഓ ശരി. ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? ഇത് കട്ട്ലേറ്റ്, ഇലയപ്പം. ഇലയട. ഇത് കൊഴുക്കട്ട. ഇത് പനിയാരം പറയും. ഇഡലി മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇഡലി മാവ്. ശരി. അകത്ത് ഇത് തന്നെ? അത് തന്നെ. എന്തെങ്കിലും സ്വീറ്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓ ശരി. സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റേ സാമ്പാറും ചട്നിയൊക്കെ. ഇത് തൈര് ചോറോ? എന്താ ഇട്ടിരിക്കുന്നത്? മാതള ഇട്ടിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിബിഷന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് വന്നാലേ? എങ്ങനെയുണ്ട് ഇവിടെ ഇട്ടിട്ട്? സെയിലുണ്ടോ? കുഴപ്പമില്ല. വീട്ടിൽ ചെയ്യണ്ടോ? ചോയ്സ് ചെയ്ത് കൊടുക്കും. ശരി. അപ്പോൾ താങ്ക്സ്. ഈ അമ്മ എക്സിബിഷൻ ഹാളിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ള കുറേ സാരികളാണ്. അപ്പോൾ അമ്മ അത്യാവശ്യം തുണിയിലൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് ഷോപ്പായിട്ടൊന്നുമില്ല, എക്സിബിഷനിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. പിന്നെ വീട്ടിൽ അത്യാവശ്യം പരിചയക്കാർക്കൊക്കെ പ്രോഡക്ട്സുകളൊക്കെ വന്ന് മേടിക്കുമെന്ന്. അപ്പോൾ തുണിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മിറർ വർക്കുകളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ അമ്മ തുണിയിൽ ചെയ്തിട്ടുള്ള മിറർ വർക്കുകളാണ് കേട്ടോ. നൈസായിട്ടുണ്ട്. അപ്പോൾ കഴിവുള്ളവരൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തത്.
ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കല്ലേക്കാട് എൻ്റെ വീട്ടിനടുക്കാണ് ഈ ചൈതന്യ സ്കൂള്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അമ്മമാർ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് പോകുന്നവരെയുള്ള ആ വെറുതെ ഇരിക്കുന്ന ടൈമിൽ അവിടെ തന്നെ ഇരുന്ന് ചെയ്യുന്ന അച്ചാറുകളും ഒക്കെ ഉണ്ട്. അതുപോലെ നന്നാരി സർബത്ത്. മാഷാ അല്ലാഹ്, അള്ളാഹു അവർക്ക് ഒരുപാട് കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ടിയര എണ്ണൻ്റെ ബ്രാൻഡാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റി ഫ്ലേവർ എണ്ണയിൽ ഉണ്ട്. ഫ്ലേവറല്ല, അതിൻ്റെ എസൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുണ്ട്, എല്ലാം എണ്ണകളാണ്. അപ്പോൾ ഏലക്കായ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇതിൻ്റെ എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സുകളിലൂടെ ഉണ്ട്. അപ്പോൾ ഏലക്കായൻ്റെ ഇതുള്ള ഓയിൽ ഒരു തുള്ളി ചായയിലൊട്ടിച്ചാൽ ചായക്ക് ഏലക്കായൻ്റെ ടേസ്റ്റ് വരുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കറിയിൽ ആ എണ്ണ ഒരു അല്പം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഫ്ലേവർ കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഇട്ടിയരൻ്റെ കുറേ പ്രോഡക്റ്റ്സുകളാണ് ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ പച്ചമുളക് ഇടുന്നതിന് പകരമാണ് ഈ എണ്ണ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഒരുപാട് വലിയ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ ഷോപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരൊന്നും അല്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വീടുകളിൽ തന്നെ എടുത്തു വെച്ചിട്ട് പരിചയമുള്ളവർക്കൊക്കെ സെയിൽ ചെയ്യും. അതുപോലെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയൊക്കെ പരസ്യങ്ങൾ കൊടുത്ത് അതിൽ കൂടെയൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകളുടെ ഇതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാം. ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഗോൾഡ് കവറിങ്ങിൻ്റെയാണ്. ബാംഗ്ലൂർ, ഹൈദരാബാദ് അവിടെ നിന്നൊക്കെയാണ് ഈ പ്രോഡക്റ്റ്സുകളൊക്കെ എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ ഈ വീഡിയോകളൊക്കെ കാണുകയാണെങ്കിൽ അവർക്കൊരു പ്രചോദനമാവണം. ഈ ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മെയിൻ ഒരു ഹെഡാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ലീല റൈമണ്ട് എന്നാണ് പേര്. ഇൻഷാ അല്ലാഹ് വരും വീഡിയോകളിൽ ഇവർ ലേഡീസിനായിട്ട് കുറേ സംരംഭങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്തിടുന്നതായിരിക്കും. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് ലഡ്ഡു, വെറൈറ്റീസ് ഓഫ് ലഡ്ഡു ആണ്. കമ്പ്, തിന, എള്ള്, നിലക്കടല, അങ്ങനെ കുറേ ഐറ്റംസിൽ ലഡ്ഡുകൾ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ശർക്കരയിൽ ചെയ്തിട്ടുള്ള ലഡ്ഡുകളാണ് കേട്ടോ. എൻ്റെ അല്ലോ, ഇതെന്താണ് ഇത്? ആരായി കിടക്കുന്നത്? അങ്ങോട്ടൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ. നായി ചാടിയല്ലെന്ന് പറഞ്ഞു. സ്കൂളിൻ്റെ പറയും കേക്കട്ടെ. ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ളത് എടുത്ത് ചെയ്യണ. യൂട്യൂബ് അതെ. ശരി. ഇതൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന? ഓഹോ, ചെയ്യണല്ലേ? പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പത്തെ ഓണം സ്പെഷ്യലായിട്ട് വന്നതാണ്. ഓ, ഇങ്ങനത്തെ മെറ്റീരിയൽ എടുത്ത് ഞങ്ങൾ തന്നെ സ്റ്റിച്ച് ചെയ്യണല്ലേ? ഇപ്പത്തെ ഒരു ട്രെൻഡാണ് ഇത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ന്യൂജൻ ഫാഷൻ അല്ലേ? ന്യൂജൻ ഫാഷൻ. ഇത് എവിടെയാണത്? ഞങ്ങൾ ഒന്ന് വന്നിട്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഒലോക്കോട്, ഒന്ന് വന്നിട്ട് മലമ്പുഴ റോഡ്. മലമ്പുഴ റോഡിൽ ലേഡി ബ്ലോസം പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ടീച്ചറാണ് ഇവർ. ഒരു ടീച്ചർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിനാണ് ചെറിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുത്തെ ട്രെയിനിങ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ടീച്ചറാണ്. ഇതൊക്കെ അവർ അവിടെ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സുകളാണല്ലേ. അപ്പോൾ സ്വന്തമായിട്ടൊരു ബോട്ടിക്കോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ഷോപ്പ് തുടങ്ങാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് തരുന്നത്. ഇങ്ങനത്തെ വർക്കൊക്കെ നമ്മൾ ബ്ലൗസിൽ ചെയ്ത് വെക്കുക, റെഡിമെയ്ഡ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കാറുണ്ട്. പട്ടുപാവാടയിലുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലാണ്. ഇതൊക്കെ അവർ ചെയ്താണ് കേട്ടോ.
ചെയ്തിട്ട് ആ ഹാ ബർത്ത്ഡേ ബേബിക്കൊക്കെ ഇടാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ശരി. ക്ലാസ്സിൽ പഠിപ്പിക്കണ്ടോ നെറ്റിപ്പട്ടം ചെയ്യുന്നതിൻ്റെ? ചെയ്ത് കാണും. ആ ഹാ ചെയ്ത് പുറത്ത് കൊടുക്കാറുണ്ട്. പുറത്ത്. ആ ഹാ ശരി ശരി. ഓ ശരി ശരി. ഫ്രീ ട്രെയിനിങ് ആണ്. എത്ര സമയം കോഴ്സ്? ഓരോ കോഴ്സ്. അതുപോലെ മന്തും ചേഞ്ച് ആവും. ഓ ഇപ്പൊ ഞങ്ങൾ സോപ്പൊക്കെ പഠിച്ചത് 1 മന്തിലാണ്. 1 മന്ത്. അത് ഹണി സോപ്പായിരുന്നു ടോട്ടൽ ഞങ്ങൾ പഠിച്ചത്. ഹണി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇത് ഇപ്പൊ തേൻ നെല്ലിക്ക എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതെല്ലാം സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തുടങ്ങാൻ പറ്റുന്ന കുറേ സംരംഭങ്ങളാണ് കേട്ടോ ഈ ചേച്ചിമാർ പരിചയപ്പെടുത്തുന്നത്. പപ്പായ സോപ്പ്, ചാർക്കോൾ സോപ്പ്, അതുപോലെ സാഫ്രോണ്, ഗോട്ട് മിൽക്ക്, അലോവേര, ഹണി, തുളസി, അങ്ങനെ ഒരുപാട് വെറൈറ്റി സോപ്പുകൾ, ശംഖുപുഷ്പം, അങ്ങനെ കുറേ സോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും പഠിച്ച് ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാവുന്നതാണ്. ഇതുവരെ എക്സിബിഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് സെയിലുണ്ട്, ഷോപ്പുകളിലല്ല, അല്ലാതെ ആണ് സെയിലെന്ന് പറഞ്ഞു. ഒരു നല്ലൊരു ജോലിയോ ഒരു വരുമാനമോ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ട് പുറത്ത് പോയി ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഉപകാരപ്പെടും. തേനിലുള്ള തേൻ നെല്ലിക്ക, ഓ തേൻ കാന്താരി, കഫ് സിറപ്പോ, ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നതാണ്? ഇതെന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടാണോ പഠിപ്പിക്കുന്നത്? വോക്കൽ ഫോർ ലോക്കലാ? അതെന്താ സംഭവം? പഞ്ചായത്ത് ബേസിൽ പഠിപ്പിക്കും. ആ അപ്പോൾ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. ആ ആ 1 മന്ത് ക്ലാസ് ആയി. ശരി ശരി. അപ്പോൾ പാണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ചേട്ടന്മാർ, അവർക്ക് ഇതിനായിട്ട് കമ്പനി ഫാക്ടറി ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ള പ്രോഡക്റ്റ്സുകളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബറാണ് കേട്ടോ ഇത് നിൽക്കുന്നത്, സിംപ്ലി സലീമ അല്ലേ? എൻ്റെ ചാനലിൻ്റെ പേര് ഷമീറ കബീർ എന്നാണ്. അപ്പോൾ ഇതെല്ലാം സലീമ ചേച്ചി ചെയ്യുന്നതാണ് കേട്ടോ. ഹോം മെയ്ഡായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. സോപ്പ്, ഇത് അലോവേര സോപ്പ്, നമ്മൾ ആദ്യം കയറി വരാൻ നേരത്ത് പരിചയപ്പെട്ട ഫാഹിദ മാമിൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള ക്യാൻഡിൽസാണിത് മൊത്തം. ഇതാ ഇരിക്കുന്ന ലഡ്ഡു, ഞാൻ വിചാരിച്ചു ഒറിജിനൽ ലഡ്ഡു എന്ന ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ ക്യാൻഡിൽ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫാഹിദ മാമിൻ്റെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ കുട്ടി ചെയ്തിട്ടുള്ള ഒരുപാട് വാൾ ഡെക്കോർ ഐറ്റംസാണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. നൂർജഹാൻ എവിടെ സ്ഥലം? ആൻറ്റിമഠം, ഒലോക്കോട് ആൻറ്റിമഠം. അപ്പോൾ ഉമ്മ ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് നിന്നുള്ള ത്വരിത കളക്ഷൻസിൻ്റെ കുറേ മെറ്റീരിയൽസ്, ഡ്രസ്സുകളും ഒക്കെയാണ് ഇരിക്കുന്നത്. അവർക്ക് ഇൻസ്റ്റയിലൊക്കെയാണ് സെയിലുള്ളത് കേട്ടോ. റാഗി, ഓ കോറൻ്റെ അവില അല്ലേ ഇത്? തേന. ആ കുതിരവാലി എന്താ സാധനം? കുതിരവാലി മില്ലറ്റ്സ്മാര് വരകുമാതിരി ഒരു മില്ലറ്റാണ്. മെല്ലറ്റ്. ആ ശരി. അതിന് ഹൈലി വാല്യുബിൾ ആണ്, മെഡിക്കൽ വാല്യുബിൾ ആണ്. മെഡിക്കൽ കഴിക്കണത് അല്ലേ? ഷുഗർ ഫ്രീ ആണ്, 100% ഷുഗർ ഫ്രീ ആണ്. ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. മറ്റ് മില്ലറ്റുകളിൽ, അതായത് പേൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ്.
പിന്നെ ചോളം, വെള്ളച്ചോളം, ചുവപ്പ് ചോളമാണ് പിന്നെ മില്ലറ്റിൽ തന്നെ ടോപ്പ് ലെവൽ. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കുതിരവാലി. കുതിരവാലി എന്ന് പറയുന്നത് ഇത് തമിഴ്നാടും ആന്ധ്രയാണ് മെയിനായിട്ട് എൻ്റെ പ്രൊഡക്ഷൻ. റാഗി മറ്റെല്ലാം പിന്നെ നമ്മൾക്ക് കേരളത്തിൽ ഇവിടെ അട്ടപ്പാടി പോലുള്ള പ്രദേശങ്ങളിൽ പ്രൊഡക്ഷൻ ഉണ്ട്. ചാമയൊക്കെ നമ്മളുടെ പ്രദേശത്ത് പാലക്കാട് കിഴക്കൻ മേഖലയിലൊക്കെ ചാമ പ്രൊഡക്ഷൻ. കുതിരവാലി മെയിനായിട്ട് പിന്നെ പൊടികളാണല്ലേ അതിന്റെ പൊടികൾ, അതായത് മില്ലറ്റ്സിന്റെ എല്ലാ പൊടികളും ഉണ്ട്. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റണം. ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാം. ആ ലെവലുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട്. എല്ലാ പൊടിയും എല്ലാം ഓർഗാനിക് ഫാമിംഗ് ആണ് നമ്മുടെ. മുരിങ്ങയില, ദോശ, പുട്ട്, ഇടിയപ്പം എല്ലാത്തിൻ്റെയും മിക്സ് ഉണ്ടല്ലേ? ഇതെങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണ എന്തെങ്കിലും സംരംഭമാണോ? കുടുംബശ്രീയോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, കൃഷിക്കൂട്ടം. ഞങ്ങളുടെ എലപ്പുള്ളി കൃഷിഭവന്റെ കീഴിലുള്ള കൃഷിക്കൂട്ടങ്ങളാണ്. എലപ്പുള്ളി കൃഷിഭവന്റെ കീഴിലുള്ള തളിർ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ എലപ്പുള്ളി കൃഷിഭവന്റെ കീഴിൽ തന്നെ, അതായത് ഇപ്രാവശ്യം സംസ്ഥാന സർക്കാർ ഒരു കൃഷിഭവന് കീഴിൽ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് നടപ്പാക്കിയിരുന്നു. അതായത് ഒരു കൃഷിഭവന്റെ കീഴിൽ നമ്മൾ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. അതിന്റെ മാർക്കറ്റിംഗും സർട്ടിഫിക്കേഷനും എല്ലാം ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ കൃഷിഭവന് 48ഓളം പ്രൊഡക്ഷൻസ് ഉണ്ട്. അതിൽ മുഖ്യമായ പ്രൊഡക്ഷൻസ് ആണ് ഇതെല്ലാം. അതിൽ തളിർ കൃഷിക്കൂട്ടം എന്ന് പറയുന്ന അവര് ഇതിന്റെ എല്ലാ പ്രോഡക്റ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റിൽ ഏകദേശം 20ഓളം പ്രോഡക്റ്റ് ഇവർ ഇറക്കുന്നുണ്ട്. അത് അണ്ടർ കൃഷിഭവൻ. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പിന്നെ ബ്രാൻഡ് ചെയ്ത് തരുന്നതോടുകൂടിയാണ് ഈ ബ്രാൻഡ്. അപ്പൊ ഇതിന് എന്താണ് നിങ്ങൾക്ക് പ്രത്യേകം ട്രെയിനിങ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ട്രെയിനിങ് ഉണ്ട്, ക്ലാസ്. നിങ്ങളപ്പോ ഒരു കൂട്ടായ്മ പാലക്കാട് ചെറിയ മിഷൻ സ്കൂളിൽ വെച്ചിട്ട് നടത്തിയ എക്സിബിഷൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വനിതകൾക്ക് വീട്ടിലിരുന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങൾ ഞാൻ ഇതിൽ കൂടെ കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.